ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓവൻ ഒന്നും ഇല്ലാതെ വെറും ഗ്യാസ് സ്റ്റോപ്പിന്മേൽ നമുക്ക് പാൻ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബ്രെഡിന്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഇപ്പൊ ഞാൻ 1 കപ്പോളം ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഈ വെള്ളത്തിലേക്ക് ഇപ്പൊ ഞാൻ 2 ടീസ്പൂണോളം പഞ്ചസാരയും 2 ടീസ്പൂണോളം തന്നെ ഈസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് 5 മിനിറ്റ് ഈ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആയിട്ട് വരാനും വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കണം. ഇപ്പൊ 5 മിനിറ്റ് ആയപ്പോഴത്തേക്കിന് നമ്മുടെ ഈസ്റ്റ് നല്ല പോലെ ആക്റ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയി വന്നാൽ മാത്രമേ നമ്മുടെ ബ്രെഡ് കറക്റ്റ് ആയിട്ട് ശരിയായി കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് ബ്രെഡിലേക്കുള്ള മാവ് കുഴച്ചെടുക്കാം. ഇതിനായിട്ട് ഇപ്പൊ ഞാൻ 1.5 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും താഴെ ഉപ്പ് ഞാനിപ്പോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഉപ്പിനെ ഈ മാവിലേക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലോ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത ബട്ടറൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഈ എണ്ണയും കൂടെ ഇതിലേക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ ആക്റ്റീവ് ആക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഇല്ലേ, അതും കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് അതും കൂടെ ഇതിലേക്ക് നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ മാവ് നല്ല പോലെ ചപ്പാത്തി മാവിന്റെ പരുവത്തിൽ കുഴച്ചെടുക്കുക. പിന്നെ ഇനി ഇതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും വേണ്ട, ഈ വെള്ളം തന്നെ ഇതിലേക്ക് പാകമാണ്. ഇനി ആർക്കെങ്കിലും വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക, അതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ മാവ് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് എണ്ണ ഒന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു 1.5 മണിക്കൂർ ഇതൊന്ന് ആക്റ്റീവ് ആയിട്ട് വരാനും വേണ്ടി മാറ്റി വെക്കണം. ഇപ്പൊ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് കണ്ടോ നല്ല പോലെ ആക്റ്റീവായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്നും കൂടെ ഒന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഇപ്പൊ നമ്മുടെ ബ്രെഡിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെ ബേക്ക് ചെയ്യണതെന്ന് നോക്കാം. ഞാനിപ്പോ ഇതുപോലെ ഒരു പാനിന്റെ അകത്താണ് ഈ ബ്രെഡ് ബേക്ക് ചെയ്യണത്. ആദ്യം ഏത് പാനാണോ എടുക്കണേ അതിന്റെ അടിയിൽ നല്ല പോലെ എണ്ണ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇതേ മാവ് തന്നെ നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ടൊക്കെ ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ പാനിലേക്ക് നമ്മളിപ്പം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇനിയിപ്പോ ഞാൻ ഇതിന്റെ മുകളിൽ ജസ്റ്റ് കുറച്ച് പാൽ ഉപയോഗിച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റി വെക്കുക. 15 മിനിറ്റ് ആവുമ്പോഴത്തേക്കിന് നമ്മുടെ മാവ് ഒന്നും കൂടെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എള്ളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. എള്ള് പിന്നെ വൈറ്റ് എള്ളും ബ്ലാക്ക് എള്ളും ഒക്കെ നിങ്ങളുടെ ചോയ്സിനനുസരിച്ചിട്ട് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോ ഇവിടെ ബ്ലാക്ക് എള്ളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. ഇതിനായിട്ട് ഇപ്പൊ ഞാനൊരു പഴയൊരു നോൺ സ്റ്റിക്കിന്റെ പാൻ ഇവിടെ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് എന്തെങ്കിലും തട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മളിപ്പം ബ്രെഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാന് അതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് ബേക്ക് ചെയ്യാം. ഒരു 15 മിനിറ്റ് ആവുമ്പോഴത്തേക്കിന് നമുക്കിതൊന്ന് തുറന്നിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് ചൂട് പോവാനും വേണ്ടിയിട്ട് മാറ്റി വെക്കുക. നന്നായിട്ട് ചൂട് പോയതിനു ശേഷം ഈ ബ്രെഡിനെ പാനിന്റെ അകത്തുനിന്ന് എടുത്തു മാറ്റാം. അങ്ങനെ ഇപ്പൊ നമ്മുടെ കിടിലൻ ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാനായിട്ട് ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല. നമുക്ക് വെറും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിന്മേൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.
അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്നൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ ദേ ഇങ്ങനെ കാണാം. ഇതില് മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം.